എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ ഒരു അടിപൊളി പ്രൊമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രൊമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഗൗതം ഗാഥയെക്കുറിച്ച് അന്വേഷിക്കാണ്ട് ചെമ്പമ്പേട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ ചെമ്പമ്പേട്ടിലേക്ക് ചെന്ന വാവച്ചനെയാണ് ആദ്യം ചോദ്യം ചെയ്യുന്നൊക്കെ. മാമച്ചനോടാണ് ഗാഥയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ നന്ദ എന്തിനാണ് ഈ കേസിൽ ഇടപെട്ടിരിക്കുന്നതെന്നും അതിന്റെ സത്യങ്ങളൊക്കെ വാവച്ചനോട് ചോദിച്ചറിയുന്നുണ്ട്. അപ്പം ഗാഥയെക്കുറിച്ചുള്ള ആ സത്യങ്ങളൊക്കെ ഗൗതമിനോട് പറയാണ് വാവച്ചന്. അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. അപ്പൊ എന്തും കൂടെ നല്ലൊരു അടിപൊളി വിശേഷം തന്നെയാണ് നാളെ നടക്കാൻ പോകുന്നത്. മഹേഷന്റെ കള്ളത്തരമൊക്കെ ഗൗതം പൊളിച്ചെടുക്കുമെന്നൊക്കെ കണ്ടറിയാം. ഗാഥ തന്റെ പെങ്ങളാണെന്ന് തിരിച്ചറിയുമെന്നൊക്കെ. ഇന്നലെ നമ്മൾ അവസാനം കണ്ടത് എങ്ങനെയും ഗാഥനെ വീടിന് പുറത്താക്കാനായിട്ട് മഹേശൻ പഠിച്ച പണി 18 നോക്കി. അതിനു വേണ്ടിയിട്ട് അറ്റകൈ ശ്രമം നടത്തിയത് ലക്ഷ്മിയമ്മയുടെ അടുത്താണ്. ലക്ഷ്മിയമ്മ എടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ അവളിവിടെ നിർത്തത് ശരിയല്ല. ആ ഗാഥനെ അവളെ കുറിച്ച് ഇന്ന് വാവച്ചം വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അവള് അത്ര നല്ല പെണ്ണൊന്നും അല്ല. അത് മാത്രമല്ല അവളുടെ വീട്ടുകാരെ കുറിച്ച് മുമ്പേയും പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നന്ദയോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ടെന്ന് പറയാം. ഇത് കേട്ടതും രശ്മിയൻ പറഞ്ഞു, എനിക്ക് ആ പെങ്കൊച്ചിനെ കണ്ട് അങ്ങനെയൊന്നും തോന്നില്ല. ഒരു നല്ല ഐശ്വര്യമുണ്ട്. അതിന്റെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെയാ പറയണേ. അതും നന്ദ കൂട്ടിക്കൊണ്ട് വന്നല്ലേ. അവൾ ആ സമയം പറഞ്ഞു വിട്ടോളും. ഞാൻ ഈ കാര്യത്തിൽ ഒന്നും പോയി പറയത്തില്ല. ഇനി മഹേശ്വരേട്ടൻ വേണേ പോയി പറഞ്ഞോളാൻ പറയണം. മഹേശ്വരൻ പെട്ടു. അത് മാത്രമല്ല ഇനിയിപ്പോ ഇങ്ങനെ ഒരു കള്ളത്തരമാണെങ്കിൽ വാവച്ചം വന്ന് പറഞ്ഞെങ്കിൽ നാളെ ഒരു പക്ഷെ മഹേശ്വരേട്ടനെ കുറിച്ച് വല്ലതും പറഞ്ഞെന്നിരിക്കും. മഹേശ്വരന് വേറെ വല്ല ബന്ധമുണ്ടെന്ന്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മഹേശ്വരനെ അവിശ്വസിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. മഹേശ്വരൻ ആകെപ്പാടെ പെട്ടുപോയി. ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു ചോദ്യം അല്ലായിരുന്നിത്. ഇതെങ്ങാനും ലക്ഷ്മി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, തന്റെ മകളാണ് ഗാഥയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്താ ചെയ്യുന്നേ? തന്നെ ഉറപ്പായിട്ടും ഇന്ത്യവരത്ത് ഇറക്കി വിടുമെന്ന് ഉറപ്പാ. അത് മാത്രമല്ല ലക്ഷ്മിക്ക് അത് സഹിക്കാൻ പറ്റില്ല. തന്നെ അവൾ പ്രാണനെപ്പോൾ സ്നേഹിക്കുന്നുണ്ടെന്ന് മഹേശ്വരൻ അറിയാവുന്ന കാര്യ. ഇതൊക്കെ ഓർത്ത് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയായി പോയി മഹേശ്വരൻ. പിന്നീട് കാണിക്കുന്ന ഗാഥ ജോലികളൊക്കെ ചെയ്യുമായിരുന്നു. തുടയ്ക്കുകയൊക്കെ ചെയ്യുകയാണ്. മുറികളൊക്കെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്മിയമ്മ അങ്ങോട്ട് വരുന്നത്. ലക്ഷ്മിയമ്മയ്ക്ക് ഈ കാഴ്ച കണ്ട വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ വന്ന പെൺകുട്ടിയാ. അവളെ കൊണ്ട് ഈ ജോലിയൊക്കെ എടുപ്പിക്കുന്നത്. ലക്ഷ്മിയമ്മ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞ് നിങ്ങൾ മേടിക്കാൻ തുടങ്ങുകയാണ് ജോലി. അപ്പത്തേനും പെട്ടെന്ന് പിങ്കി അങ്ങോട്ട് ഇറങ്ങി വന്നു. പിങ്കി വന്നിട്ട് പറഞ്ഞു, ലക്ഷ്മിയമ്മ എന്തിനാ അതൊക്കെ ചെയ്യുന്നേ? അവള് ചെയ്യട്ടെ. അവളോട് ഞാൻ പറഞ്ഞ ജോലി അവള് ചെയ്യുന്നേ. അല്ലെങ്കിലും ഇവിടെ താമസിക്കുന്ന സമയത്ത് ഈ കുടുംബത്തിലെ അംഗമായിട്ട് കഴിയുവാണെങ്കിൽ ആ ജോലികളൊക്കെ അവളെ ചെയ്യേണ്ടതല്ലേ. അവിടെ ചെയ്യട്ടെ എന്ന് പറയണം. ലക്ഷ്മിയമ്മ എന്നാലും പിങ്കി, അതെ ഒന്നും പറയണ്ട. ലക്ഷ്മിയമ്മയ്ക്ക് അടുക്കളയിൽ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ലക്ഷ്മിയമ്മ അത് പോയി ചെയ്തോളാൻ പറയണം. ലക്ഷ്മിയമ്മയെ അങ്ങോട്ട് പറഞ്ഞു വിടുക. പിന്നീട് പിങ്കി പറഞ്ഞു, അതെ ഇങ്ങനെ ലക്ഷ്മിയമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ വരും നീ ചെയ്യണ്ടെന്നൊക്കെ. പക്ഷെ നീ അത് ചെയ്യാതിരിക്കൊന്നും വേണ്ട. നിനക്ക് തന്നിരിക്കുന്ന പണി നീ ചെയ്യണം കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് എല്ലാ മുറിയും തുടച്ച് വൃത്തിയാക്കണം. പിന്നെ ലക്ഷ്മിയമ്മനെ അടുക്കള സഹായിക്കുകയൊക്കെ ചെയ്യണമെന്ന് പറയാം. ഗാഥയ്ക്ക് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഗാഥ വീട്ടിൽ പണികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. ഈ സമയത്താണെങ്കിൽ ഗൗതം ഒരു കാര്യം തീരുമാനിച്ചു. എങ്ങനെ ബാലാജിയെ കുറിച്ച് അന്വേഷിക്കണം. അയാളും ഗാഥയുമായിട്ടുള്ള ബന്ധം എന്താണ്, എന്തിനാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, അതൊക്കെ അന്വേഷിക്കണമല്ലോ. നേരെ ഗൗതം എന്ത് ചെയ്യാണ്, വാവച്ചനെ വിളിപ്പിക്കുകയാണ്. അപ്പൊ വാവച്ചനെ വിളിച്ചാൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയേക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നേരെ വാവച്ചന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വാവച്ചനെ കണ്ടുമുട്ടിയപ്പോ ഗൗതം ബാലാജിയെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വാവച്ചൻ പറഞ്ഞു, അതെ ബാലാജിനെ കുറിച്ച് സാറിന് അറിയത്തില്ലാഞ്ഞിട്ടാ. അയാളുടെ ഒരു കൊടും ക്രിമിനലാന്ന് പറയാ. ക്രിമിനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ പശ്ചാത്തലം അത്ര ശരിയല്ല സാറേ. അയാൾ ഇതിനു മുമ്പ് പല കേസുകളിലും അകത്തായിട്ടുണ്ട്. അത് മാത്രമല്ല ഇപ്പൊ ഒരു തെരുവ് ബാലികനെ പീഡിപ്പിച്ചതിന്റെ പേരിലാണ് വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് നന്ദയെ ഭീഷണിപ്പെടുത്തിയേക്കുന്നത്. നന്ദയെ അതിനകത്ത് സാക്ഷിമൊഴി പറയാൻ പോകുന്നും പറഞ്ഞ് നന്ദേനെ ഭീഷണിപ്പെടുത്തിയേക്കുക. അതുകൊണ്ടാ നന്ദയല്ല സോറി ഗാഥേനെ ഭീഷണിപ്പെടുത്തിയേക്കുക. അതുകൊണ്ടാണ് നന്ദ ഇതിനകത്ത് ഇടപെട്ടെ എന്ന് പറയാണ്. ഇടയ്ക്ക് ഞാൻ നന്ദയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ, ഗാഥ കേട്ടോ. അങ്ങനെ ഗൗതമിനോട് പറയുന്നുണ്ട്. പക്ഷെ ഗൗതം പറഞ്ഞു, ഇതിനകത്ത് നന്ദയുടെ റോൾ എന്താ? നന്ദ എന്തിനാണ് അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ ചോദിക്കുകയാണ്. ഈ ചോദ്യം കണ്ടും വാവച്ചനൊന്ന് പരിമി. എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. ഒരു പക്ഷെ മഹേശ്വരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. ഇന്ത്യവരത്ത് പിന്നെ അതൊരു ഭൂകമ്പമായിരിക്കും. പക്ഷെ എന്തും മറുപടി പറയും. പെട്ടെന്ന് വാവച്ചൻ പറഞ്ഞു, അവരെന്നാ ചെമ്പമ്മയുടെ എസ്റ്റേറ്റ് കാണാൻ വന്ന സമയത്ത് വഴിക്ക് വെച്ച് ബാലാജിയായിട്ടൊന്ന് ഉടക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ എസ്റ്റേറ്റ് കാണിക്കാനായിട്ട് നന്ദേനെ അവരെല്ലാരും കൊണ്ടുപോകുന്ന സമയത്ത്
ഗാഥയുടെ കൈ പിടിച്ച് അയാൾ കയറ്റിക്കൊണ്ട് പോകാനൊക്കെ ശ്രമം നടത്തിയത് ബാലാജി. ആ സമയത്ത് നന്ദ ഇടപെടുക ചെയ്തേ. അങ്ങനെ പിന്നീട് നന്ദ അവരുടെ വീട്ടിൽ ചെന്നു. നന്ദ അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ സ്ഥിതിഗതികളൊക്കെ മനസ്സിലാക്കി. ആരും സഹായിക്കാനില്ലെന്ന് വന്നുകൊണ്ട് നന്ദ ആ ജോലി ഏറ്റെടുത്തെന്നാ സാറേ എനിക്ക് തോന്നിയെന്ന് പറയാണ്. പക്ഷെ എന്നാലും എവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ടല്ലോ വാവച്ചാന്ന് പറയണം. വാവച്ച പറഞ്ഞേ ഇത് കൂടുതലൊന്നും എനിക്ക് അറിയത്തില്ല സാറേ എന്ന് പറയണം. പക്ഷെ അതും കൂടെ വിശ്വസിക്കാൻ ഗൗതം കൂട്ടാക്കിയില്ല. ഗൗതം ഒരു പോലീസ് ഓഫീസർ അല്ലേ, നന്ദ ഇതിനകത്ത് ഇടപെടണമെങ്കിൽ കൃത്യമായി എന്തെങ്കിലും ഒരു കാര്യമില്ല നന്ദ ഇങ്ങനെ ഇടപെടില്ല. ഒരു പെൺകൊച്ചിനെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം കാണും. അല്ലാതെ വഴിയെ പോയ ഒരാളെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് നിർത്തില്ലല്ലോ. പറഞ്ഞു അതെ എനിക്കിനി ഫുൾ ഡീറ്റെയിൽസ് കിട്ടണം, എനിക്ക് അവരുടെ വീട്ടിലൊന്ന് പോകണമല്ലോ എന്ന് പറയണം. അത് കേട്ടതും വാവച്ചൻ പറഞ്ഞു അതെ ആ പുള്ളിക്കാരത്തി എവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല എന്ന് പറയണം. എന്താണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് അവിടെ ഇരുന്ന് പോകണം, വാവച്ചൻ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാം, എനിക്ക് അവർ വീട്ടിൽ പോയി അന്വേഷിക്കണമെന്ന് പറയാം. വാവച്ചനോർത്ത് ഇവിടെയെങ്ങാനും ചെന്ന് കഴിഞ്ഞപ്പോൾ ഇനി മഹേശ്വര സാറിന്റെ ഫോട്ടോ എങ്ങനെ അവിടെ കണ്ടാൽ തീർന്നു. അതോടുകൂടി ഗൗതം സത്യങ്ങളൊക്കെ തിരിച്ചറിയും. ഇനി എന്ത് ചെയ്യും എൻ്റെ ഭഗവാനെ, ആകെ പെട്ടുപോയല്ലോ എന്നോർത്ത് വാവച്ചൻ നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ നന്ദ ഗൗതമിനെ ഫോൺ വിളിക്കുക. ഫോൺ വിളിച്ച് കഴിയുമ്പോൾ ഗൗതം ഫോൺ എടുത്തില്ല. അപ്പം നന്ദ ഓർത്ത് എവിടെ പോയി ഗൗതം സാറ് വിളിച്ചിട്ട് എന്നെ കോൾ എടുക്കാത്ത എന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഗാഥനെ എങ്ങനെയും രക്ഷിച്ചേ പറ്റുള്ളൂ. അടുത്ത ദിവസം ഇനിയിപ്പം കോടതി പോകേണ്ട ദിവസം സാക്ഷിമൊഴി കൊടുക്കണ്ട. പക്ഷെ അതിനു മുമ്പ് ബാലാജി എന്തെങ്കിലും ചെയ്യുവോ, അവളെ കടത്തിക്കൊണ്ട് പോകുന്നൊരു ചിന്തയുണ്ട്. ഗാഥയോട് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞാലും നന്ദയുടെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. ഗൗതം സാറിനെ വിളിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാൻ പറയാം, എങ്ങനെയും ഗാഥയെ രക്ഷിക്കണം അങ്ങനെയൊക്കെ ഓർത്തുകൊണ്ട് നന്ദ ഇങ്ങനെ മുറിക്കൊണ്ടിരിക്കുക. പിന്നീട് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് ഗാഥ അവിടെ കിടന്ന് പണിയൊക്കെ ചെയ്യുന്നത് കണ്ടത്. ഇത് കണ്ട നന്ദ വന്ന് ചോദിച്ചു അല്ല ഗാഥയോട് ആരാ പറഞ്ഞ് ജോലികളൊക്കെ ചെയ്യാനെന്ന് ചോദിക്കണം. അല്ലേ ചേച്ചി ഞാനിവിടെ വെറുതെ ഇരിക്കുമല്ലേ, എനിക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, ഗാഥയ്ക്ക് പഠിക്കാനൊന്നും ഇല്ലേന്ന് ചോദിക്കണം. പഠിക്കാനുണ്ട്, അത് കുഴപ്പമില്ല, വീട്ടിലാണെങ്കിലും ഞാൻ ഈ ജോലികളൊക്കെ ചെയ്തിട്ടാ പഠിക്കണേ. ഇനിയിപ്പോൾ ഗാഥയുടെ വേറെ ആരെങ്കിലും പണിയൊക്കെ ചെയ്യാൻ പറഞ്ഞോ എന്ന് ചോദിക്കണം. എന്നോട് ആരും പറഞ്ഞില്ലേ ചേച്ചി, ഞാൻ മടുത്ത് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ചെയ്താന്ന് പറയണേ. പക്ഷെ നന്ദയ്ക്ക് അതും കൂടി വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. കാരണം പിങ്കിയും മോഹിനിയൊക്കെ ഉള്ളത്, പോരാത്തിന് പിങ്കി ഇപ്പൊ അധികാരം എടുത്തോണ്ടിരിക്കുന്ന സമയം. ഇനി പിങ്കി എങ്ങാനും പറഞ്ഞിട്ടാണോ ചെയ്തേ, തിരിച്ചു മറിച്ചും ചോദിച്ചിട്ട് ഗാഥ പറഞ്ഞില്ല. ഗാഥയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിങ്കി ഒരു കാരണവശാലും നന്ദ അറിയരുത്, നിന്നെ കൊണ്ട് ഇവിടെ കിട്ടുന്ന ജോലി ചെയ്യിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടാണെന്നും അറിയരുതെന്ന് പറഞ്ഞുകൊണ്ട് ഗാഥ പറഞ്ഞില്ല. ഇനി അതിന്റെ പേരിൽ ഇനിയിപ്പം നന്ദേച്ചിനെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഗാഥയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല. കുറച്ച് ദിവസത്തെ അടുപ്പമുള്ളെങ്കിലും സ്വന്തം ചേച്ചിയെ പോലെ അത്ര കാര്യമാണ് നന്ദനെ. തന്നെ സംരക്ഷിക്കുമ്പോൾ നന്ദയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലല്ലോ, ആ ഒരു ചിന്തയായിരുന്നു ഗാഥയുടെ ഉള്ളിലുണ്ടായിരുന്നത്. പിന്നീട് ലക്ഷ്മിയമ്മയും കൂടി വരുവാണ്. ലക്ഷ്മിയമ്മ വന്നപ്പോഴത്തേനും നന്ദ ചോദിച്ചാല ഗൗതം സാർ വിളിച്ചായിരുന്നു അമ്മേന്ന് ചോദിക്കുകയാണ്. ഇല്ല മോളെ എന്നെ വിളിച്ചില്ല, എന്താ പറ്റി, ഞാൻ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ലെന്ന് പറയും. ഓ ചിലപ്പോൾ എന്തെങ്കിലും തിരക്കായിരിക്കും ഓഫീസിൽ, അതുകൊണ്ടായിരിക്കും കോൾ എടുക്കാത്തതെന്ന് പറയണേ. കുറച്ച് കഴിയുമ്പോൾ മോൾ ഒന്നുകൂടെ വിളിച്ചു നോക്കാൻ പറയണേ. ഈ സമയത്ത് മഹേശന്റെ ഫോണിലേക്ക് ബാവച്ചന്റെ കോള് വരുക. ബാവച്ചൻ വിളിച്ച് എന്നെ ബാവച്ച എന്നെ വിളിച്ചെന്ന് ചോദിക്കണം. അതെ ഇവിടെ ഗൗതം സാർ വന്നിട്ടുണ്ടായിരുന്നു. ഗൗതം സാർ അതെന്തിന്? പിന്നീട് ബാവച്ചൻ അവിടുത്തെ കാര്യങ്ങളെല്ലാം പറയാ. ഇത് കേട്ട് എന്ത് മറുപടി പറയുന്നതാണ് ഞെട്ടിത്തരിച്ചിരിക്കുക മഹേശൻ. അപ്പൊ നമുക്ക് നാളെ ഫുൾ വിശേഷം വരുമ്പോ അറിയാം ഇനിയിപ്പം മഹേശന്റെ മൂടുപടം അഴിഞ്ഞു വീഴുവോ, എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെയുള്ളത്. ആ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. തന്റെ പെങ്ങളാന്നുള്ള സത്യം ഗൗതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതത്തിന്റെ പ്രതികരണം എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ആ വിശേഷങ്ങൾ ഇനി വരാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.